ഹലോ, ഇന്ന് കുറച്ച് ചെടികൾ നടാമെന്ന് വിചാരിക്കുന്നു. എന്നെപ്പറ്റി കുറച്ച് അവാദങ്ങൾ പറയുന്നുണ്ട്. ഞാൻ ഭൂമിയെ കുഞ്ഞ് പണിയെടുക്കൂലാണ്. അതൊന്ന് മാറ്റാൻ വേണ്ടി കുറച്ച് ചെടി തൈകൾ പറിച്ച് മാറ്റി നടാനാണ്. അല്ലാതെ വേറൊന്നുമല്ല. അത് ഞാൻ മാറ്റി നട്ട് കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒന്ന് നിൽക്കുമെന്ന് അറിയണം. അപ്പോൾ ഇന്ന് സെപ്റ്റംബർ 21 ഇന്ന് കർത്തവാവാണ്. കർത്തവാവിൻ്റെ കറുത്ത വട്ടം അവിടെ നിങ്ങൾ കാണുന്നുണ്ടോ? ഇതാണ് സാധനം. അപ്പോൾ ഇന്ന് ഉച്ച വരെ ചെടികളൊക്കെ നടാമെന്നാണ് അമ്മ പറഞ്ഞേക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ കുറച്ചെണ്ണം പറിച്ച് നടാമെന്ന് വിചാരിക്കും. ഇവിടെ ഇങ്ങനെ തീ കത്തിച്ചുകൊണ്ട് ഇതിനടുത്തുണ്ടായിരുന്ന കുറച്ച് കാന്താരി തൈകൾക്ക് വാട്ടം അടിച്ചു. അതാണ് പറിച്ച് നടുന്നത്. അപ്പോൾ ഇതാണ് ആ കുരഞ്ഞു പോയ തൈകൾ ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. പേര് മണ്ണോടുകൂടി പറിക്കണമെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ പറിച്ച് വന്നപ്പോഴത്തേനും ഇതിങ്ങനെയൊക്കെ ആയിപ്പോയി. എന്നാൽ പിടിക്കുമെന്ന് നോക്കാം. ആകപ്പാടെ എന്നാ പറയുക, ചെറിയ തൂമ്പായ സാധനമൊന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. ആകപ്പാടെ ഉള്ളത് ഈ വാക്കത്തി, ഈ പോയ വാക്കത്തി. ഈ വാക്കത്തി കഴിഞ്ഞ ദിവസം വെട്ടിപ്പോൾ അങ്ങനെ പോയതാ. അതിനുള്ള ചീത്ത കേട്ടിരിക്കുക. എന്തായാലും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഇത് വീടിൻ്റെ സൈഡാണ്. ഇവിടെ 1-2 തൈ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നതിനെപ്പറ്റി ആലോചിച്ചത്. ഇങ്ങനെ 1-2 തൈ വീടിൻ്റെ സൈഡിൽ നട്ടിട്ടുണ്ട്. കാരണം അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കാരണം വീടിൻ്റെ സൈഡിൽ നട്ടുവച്ചിരിക്കുന്ന ഒരു തൈ ഉണ്ട്. ഇതുണ്ടോ ഈ തൈ അത്യാവശ്യം നല്ല രസമായിട്ട് വളർന്നു വന്നിട്ടുണ്ട്. വലിയ ചൂടൊന്നുമില്ലാതെ അത്യാവശ്യം തണലും എന്നാൽ ചെറിയ രീതിയിൽ വെയിലും വെള്ളവും നനവും ഒക്കെ ഉണ്ട് ഇതിൻ്റെ സൈഡിൽ. അതുകൊണ്ടായിരിക്കും അത് വളർന്നു വന്നേക്കുന്നത്. എന്തായാലും നമുക്കിവിടുന്ന് ഇത് നട്ട് നോക്കാം. പറിച്ച് നട്ട് പിടിക്കുമെന്ന് നോക്കാം. തന്നെ ഉണ്ടായ എന്തായാലും നല്ല മെനയ്ക്ക് വളരുന്നുണ്ട്. എൻ്റെ കൈയുടെ ഗുണമായിരിക്കും. ഇതുണ്ടായാലും വളർന്നാലും വളർന്നില്ലേലും ഇതിന് ബാക്കിയായിട്ട് വീഡിയോ ഇടും. അന്ന് ഞാൻ തീരുമാനിക്കും ഈ പണി എനിക്ക് പറ്റിയതല്ല. അപ്പോൾ ഇന്നത്തെ കർഷകശ്രീ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് വളരുമെന്ന് നോക്കണം. ഇത് രാവിലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. വെള്ളം ഒഴിച്ചാൽ കുഴപ്പമുണ്ടോ? ഫെയിലായില്ല. എന്തായാലും കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ശരിക്കും സ്പ്രേ ചെയ്യാനേ പാടുള്ളൂ. വെള്ളം സ്പ്രേ ചെയ്യാനുള്ള ഈ സാധനമൊന്നുമില്ല. ഇതൊക്കെ വെച്ച് ഒഴിച്ച് കൊടുക്കാം. മര്യാദയുള്ളവരാന്ന് തോന്നുന്നു. തീ കത്തി കരിഞ്ഞിരുന്ന മരങ്ങൾ അവർക്ക് എന്തെങ്കിലും കിട്ടിയാൽ മതിയോ? ഇലയില്ല, ഇലയെല്ലാം പോയിട്ടുണ്ട്. ഇലയുണ്ട്, അതിനൊരു വാട്ടമുണ്ട്. പറിച്ചെടുത്തതിൻ്റെ വാട്ടം നടത്തില്ല. എന്തായാലും വളർന്നു വരണമെന്ന് പ്രതീക്ഷിക്കുന്നു. വീട്ടിൽ ഇരുന്ന് പണിയെടുക്കാൻ തുടങ്ങിയുണ്ടല്ലോ, വാലെ പണിയൊന്നും ഇട്ടിരിക്കും. എന്തെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി, അടുത്തത് കിട്ടിക്കൊണ്ടിരിക്കും. കിട്ടി അടുത്തിരിക്കുന്ന ഇതാണ് ആ സാധനം. ഇത് ഗോതമ്പ് കഴുകി സെറ്റാക്കി തന്നു. ഇതുകൊണ്ട് വിരിക്കണം. അതാണ് ഇനി മെയിൻ പരിപാടി. ഇവിടെ ഒരു പാ വിരിച്ചിട്ടുണ്ട് മുറ്റത്ത്. പായിൽ വിരിക്കണം. അങ്ങനെ ശനിയാഴ്ച വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ പണികളിങ്ങനെ തുടർന്നുകൊണ്ടേക്കും. നിങ്ങളും ഇതുപോലെ പണി മേടിച്ച് കൂട്ടിയിട്ടുള്ളവരാണെങ്കിൽ പ്ലീസ് ടു കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മരം വെട്ടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ചുള്ളി കോതണം. ചുള്ളി കോതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറകൊന്നും അധികം കത്തിക്കൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. ഇവിടെ കൃഷി നമുക്ക് വിപുലീകരിക്കണ്ടേ? അതിനുവേണ്ടിയാണ് എന്തെങ്കിലുമൊക്കെ കാട്ട് വെക്കണുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇതുപോലത്തെ വീഡിയോകൾ ചെയ്യണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് വേണം. താങ്ക് യു. അപ്പോൾ ബൈ.